അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, വീട് എന്നത് നമ്മുടെ സ്വപ്നമാണ്. ഭൂമിയിലെ ഒരു അഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും നമ്മൾ വീട് വെക്കുമ്പോൾ അതിൻ്റെ സ്ഥലം നോക്കുന്നതിൽ നമുക്ക് പാളിച്ച പറ്റാറുണ്ട്. പൈശാചിക ഉപദ്രവങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ വീട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ഏതിൻ്റെയും തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഓരോ മാസവും വീട് കുറ്റിയടിച്ചാലുള്ള ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ വീടിന് കുറ്റിയടിക്കാൻ. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. മുഹറം, സഫർ ഈ 2 മാസത്തിലും വീട് പണി ആരംഭിച്ചാൽ ദുഃഖം, സങ്കടം, ഇടങ്ങേറ് ഉണ്ടായിത്തീരും. മുഹറം മാസത്തിൽ കുഴപ്പമില്ല എന്ന അഭിപ്രായക്കാരുണ്ട്, എന്നാലും ചെയ്യാതിരിക്കലാണ് നല്ലത്. റബീഉൽ അവ്വൽ ആണെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തും റാഹത്തും സന്തോഷവും ഉണ്ടാകും, കുട്ടികൾ അധികം ഉണ്ടാവുകയും ചെയ്യും. റബീഉൽ ആഖിർ ആ വീട്ടിൽ ബർക്കത്ത് കുറവും രോഗവും കേട് ക്ലേശവും ഉണ്ടാകും. ജുമാദുൽ ഊല ആ വീട്ടിൽ ബർക്കത്തും ധനവും ഐശ്വര്യവും സുഖമായ ജീവിതവും ഉണ്ടാകും. ജുമാദുൽ ആഖിറ ബർക്കത്തും ഐശ്വര്യവും ഉണ്ടാകും. റജബ് ആ വീട്ടിൽ ബർക്കത്തും ഐശ്വര്യവും ഞാമത്തും ഉണ്ടാകും. ഷഅബാൻ ആ വീട്ടിൽ നാശവും ഫസാദും ഫിത്നയും ഉണ്ടാകും. റമളാൻ ആ വീട് തീ പിടിച്ച് ആഫത്ത് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഷവ്വാൽ ആ വീട്ടിൽ ഞാമത്തും ബർക്കത്തും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും. ദുൽഖഅദ ആ വീട്ടിൽ ഗീബത്തും നമീമത്തും ഫസാദും ഉണ്ടാകും. ദുൽഹിജ്ജ ആ വീട്ടിൽ റാഹത്തും ബർക്കത്തും സന്തോഷവും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വീട് ഇങ്ങനെ നമുക്ക് തോന്നുന്നതനുസരിച്ചിട്ട് ചെയ്യാനുള്ളതല്ല. വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥലം നോക്കണം, സ്ഥലത്തിന് ദോഷമുണ്ടോ നോക്കണം, അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കണം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല ഒരാളെ കൊണ്ട് നല്ല മാസത്തിൽ വേണം ഇത് ചെയ്യിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീടിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയം, വീട് വെക്കുന്നതിനെ സ്ഥലത്തെ നോക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണോ എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.